ദുരന്തർ പാർട്ട് 2 റിവഞ്ച് കണ്ടു. ഒന്നും പറയാനില്ല, ഒരു പെർഫെക്റ്റ് സ്വീക്വൽ എന്നൊക്കെ വിളിക്കില്ലേ, അതാണ് ദുരന്തർ പാർട്ട് 2 റിവഞ്ച്. ഫസ്റ്റ് ദുരന്തർ ആയിട്ടുള്ള കമ്പാരിസൺ അവിടെ നിൽക്കട്ടെ. ഈ ഒരു പടം ഫസ്റ്റ് പടം കണ്ടവർക്ക് അതിന്റെ എല്ലാ തരത്തിലുള്ള ഇമോഷൻസും എല്ലാതുമായിട്ട് കണക്ട് ചെയ്ത് നല്ലൊരു എന്റർടൈൻമെന്റ് കിട്ടും. എനിക്ക് കിട്ടി, അത് അങ്ങനെ നിങ്ങൾക്കും കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിനൊരു പീക്ക് എക്സ്പീരിയൻസ് എന്ന് വിളിക്കാം. ഫസ്റ്റ് ദുരന്തർ പോലെ തന്നെ ഇതും. ഫസ്റ്റ് ദുരന്തറാണോ ഈ ദുരന്തറാണോ എന്നുള്ള ഗ്രേറ്റ് എന്നുള്ള ടോപ്പിക് നമ്മൾ വിടണം. കാരണം പല ഗ്രേറ്റ് സ്വീക്കലും ഒറിജിനലിന് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഗ്രേറ്റ് സ്വീക്കല്, ചിലപ്പോൾ അത് ഗ്രേറ്റ് സ്വീക്കൽ ചിലപ്പോൾ രണ്ടാം ഭാഗത്തിന് വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. ആദ്യത്തെ തന്നെ ആയിരിക്കും അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വരിക. പക്ഷെ അത് ഒരിക്കലും രണ്ടാം ഭാഗത്തിന് കുറച്ച് കാണിക്കണമെന്നല്ല. ഫസ്റ്റും സൂപ്പറാണ്, രണ്ടാമത്തെ സൂപ്പറാണ്. പക്ഷെ നിങ്ങളെ ഫേവറേറ്റ് ചിലപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ആവാം, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ദുരന്തർ പാർട്ട് 2. ദുരന്തറിൽ എന്തൊക്കെ തന്നെയുള്ളത് അതിന്റെ ഒരു ഡബിൾ ഡോസ് ആണ് ദുരന്തർ പാർട്ട് 2. ദുരന്തർ പാർട്ട് 2ന്റെ പെർഫെക്റ്റ് കണ്ടിന്യൂഷൻ സ്റ്റോറിയുടെ അതേ പോക്ക്. പിന്നെ ഇതിന്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് പാസ്റ്റും പ്രസന്റും പെർഫെക്റ്റ് ആയിട്ട് അവര് ബ്ലെൻഡ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. അതില് ഈ ഭാഗം നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. അതിന് സ്ക്രീൻ പ്ലേ നന്നാവണം, മേക്കിംഗ് ക്വാളിറ്റി വരണം. പിന്നെ എനിക്ക് തോന്നുന്നത് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ മറ്റ് ഫസ്റ്റ് പാർട്ടിന്റെ എല്ലാ പാർട്ടുകളും ബ്ലോക്ക് ബസ്റ്റർ ആയി പോലെ ഇത് അങ്ങനെ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കില്ല. കുറച്ച് ആ ഏരിയയിൽ ചിലപ്പോൾ ഒരു പൊടി. പക്ഷെ BGM വേറെ ലെവലാണ്. BGM ഇതില് ഫസ്റ്റ് പാർട്ടിൽ ഉപയോഗിച്ച ഒരു തരത്തിലുള്ള BGMകളല്ല ഇതിൽ ഉപയോഗിച്ചേക്കണത്. അത് ഒന്ന് രണ്ട് സീൻസിൽ ഇതിൽ ഉപയോഗിച്ച BGMഉം എനിക്ക് ഭയങ്കര തരിപ്പായിരുന്നു. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത്രേ പറയാനുള്ളൂ. പിന്നെ പറഞ്ഞില്ലേ, ഫസ്റ്റ് പടത്തിന്റെ ടൈറ്റിൽ ട്രാക്ക് ഭയങ്കര ഹിറ്റാണ്. അതേപോലത്തെ സാധനങ്ങളല്ല ഇതിൽ കുറച്ചും കൂടി വേറെ ലെവലിൽ വേറെ തരത്തിലുള്ള അടിപൊളി സാധനങ്ങളാണ് ഇതിലുള്ളത്. അത് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായാലും മ്യൂസിക് ഷാവത്ത് സഹദേവ് അങ്ങനെ ഒന്നും കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ഇല്ല, ആ ചങ്ങായി കിടുവാണ്, ഒന്നും പറയാനുള്ള ഗ്രേറ്റ് മാർക്ക്. പിന്നെ ഇതില് ക്യാരക്ടേഴ്സിലേക്ക് ഞാൻ വരാം, അത് കുറെ പറയാനുണ്ട്. ഫസ്റ്റ് തന്നെ ഡയറക്ടറെ കുറിച്ചിട്ട് പറയട്ടെ. ആദിത്യ ദാർ, ആള് ഞാൻ അടുത്ത അപ്കമിങ് ഒരു ഗ്രേറ്റ് ഫിലിം മേക്കർ ആയിട്ട് ആള് യങ്ങാണല്ലോ, തുടങ്ങിയിട്ടല്ലോ. തുടക്കം തന്നെ ഇങ്ങനെയാണ്. അപ്പൊ ഇനി വരാനിരിക്കുന്ന ഭാവിയിലത്തെ പല പല സിനിമകള് ഒരു വൺ ഓഫ് ദ ഗ്രേറ്റ് ലെജൻഡറി ഫിലിം മേക്കർ ആയിട്ട് ആള് വരും എന്നാണ് അതിനുള്ള സിഗ്നൽസ് തരുന്ന പടങ്ങളൊക്കെയാണ്. ഈ ഉറി ആണെങ്കിലും ഇപ്പൊ ഈ 2 പാർട്ടാണെങ്കിലും അതൊരു 3-4 മണിക്കൂർ പടം എൻഗേജ് ചെയ്ത് നിർത്തുക എന്നൊക്കെ പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് വേറേറ്റഡ്, അതൊരു ചില്ലറ കാര്യമല്ല. അതിന് ഭയങ്കര എഫോർട്ട് വേണം. ഇപ്പൊ നിങ്ങള് ഇത് 3.25 മണിക്കൂർ പടം കഴിഞ്ഞിട്ടും എൻഡ് ക്രെഡിറ്റ് റോൾ ചെയ്യുമ്പോൾ വരെ ആളുകൾ ഇരുന്ന് കാണായിരുന്നു തിയേറ്ററിൽ. അത് ആളുകൾക്ക് ഇനിയും തന്നാൽ ആളുകൾ റെഡി ആയിരുന്നു. അതാണ് ഇതിന്റെ ഒരു വലിയൊരു വിജയം, വലിയൊരു പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത്. അതിലേക്ക് ആദിത്യദാറിന് ഇതിന്റെ എല്ലാ മാർക്കും ആദിത്യദാറിന് കൊടുക്കണം. കാരണം അമ്മാതിരി മേക്കിംഗ്, സ്ക്രീൻ പ്ലേ കാര്യങ്ങളാണ് മൂപ്പര് ചെയ്തേക്കണത് ടോപ്പ്. ഇനി പെർഫോമൻസിലേക്ക് എടുത്തു വരികയാണെങ്കിൽ ഇതിൽ കുറെ ആൾക്കാരുണ്ട്, എല്ലാവരും എടുത്തെടുത്ത് പറയാൻ പറ്റില്ല. ആദ്യത്തെ പടത്തിലത്തെ രാകേഷ് പേദി, ജമീൽ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ആള് ഇതിലും നൈസാണ്, കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഒബിയസ്ലി അക്ഷയ് ഖന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് ചിലപ്പോൾ അത്രയും ഒന്ന് പിടിച്ചു നിർത്താൻ അർജുൻ രാംപാൽ പറ്റിയിട്ടില്ലെങ്കിലും ഒരു ക്രൂരനായിട്ടുള്ള ഒരു മിലിറ്ററി ക്രൂരനായിട്ടുള്ള വില്ലൻ എന്ന രീതിയിൽ അർജുൻ രാംപാൽ അത്യാവശ്യം നല്ല രീതിയിൽ റോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വില്ലന്റെ ഒരു സ്വഭാവം ഇതിലുണ്ട്. അക്ഷയ് ഖന്നെ സ്വാഗ് എന്ന രീതിയിലാണെങ്കിലും മൂപ്പരുടെ ഒരു ബ്രൂട്ടാലിറ്റി എന്ന രീതിയിലാണ് അർജുൻ രാംപാൽ ഇതിൽ തകർത്തേക്കണത്. പിന്നെ സാറ അർജുന്റെ ക്യാരക്ടറിന് ഇതിൽ കുറച്ച് സീൻസ് കുറവാണെങ്കിലും, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ കുറവാണെങ്കിലും സെക്കൻഡ് ഹാഫിൽ 1-2 സീൻസ് കൊടുത്തേക്കണത് വളരെ നല്ല രീതിയിൽ എന്താ പറയാ നമുക്ക് കണക്റ്റഡ് ആവും. കാരണം ഓവറാക്കാണ്ട് നല്ല രീതിയിൽ സാറ അർജുൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ഇതില് ഒരു സാർ അർജുനെക്കാട്ടും സീൻസ് കുറവായിട്ടാണ് മാധവന്റെ ക്യാരക്ടർ ഇതില് വന്നേക്കണത്. പക്ഷേ ഇത് മാധവനെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. ഇത് വലിയൊരു എന്താ പറയാ ഒരു ടോപ്പ് ഏജൻസി അല്ലെങ്കിൽ വലിയൊരു ഇന്റലിജന്റ് ബ്യൂറോയുടെ ഹെഡിലിരിക്കുന്ന ഒരാൾ എങ്ങനെ പെരുമാറും, അതായത് ഇങ്ങനത്തെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എങ്ങനെ കാമായിട്ട് ഒരു വലിയൊരു ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആള് പെരുമാറും എന്ന് നമുക്ക് തോന്നുള്ളൂ. ഈ പടത്തിൽ മാധവനെ കണ്ടിട്ടുണ്ടെങ്കിൽ മാധവനെ കാണാൻ പറ്റില്ല, ആ ക്യാരക്ടറിനെ കാണാൻ പറ്റുള്ളൂ. അത് ടോപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കാംനെസ് പെർഫോം ചെയ്യുന്ന രീതി സൂപ്പർ, ഒന്നും പറയാനില്ല. പിന്നെ നമ്മുടെ മെയിൻ മാൻ ദുരന്തർ രൺവീർ സിംഗ്. ഇത് പടം കംപ്ലീറ്റ്ലി മൂപ്പരുടെ ഷോയാണ്. വയലൻസ് എടുക്കുക, ആക്ഷൻസ് എടുക്കുക, ഡ്രാമ എടുക്കുക, ഇമോഷൻസ് എടുക്കുക, സ്റ്റൈൽ എടുക്കുക, സ്വാഗ് എടുക്കുക, എല്ലാത്തിനും ചെതറിയേക്കാണ്. ഇതിൽ വളരെ കൂളായിട്ട്
ഒരു എന്താ പറയാ ഒരു സീനുണ്ട്, ചെറിയൊരു സീനുണ്ട്, കാണാൻ വേണ്ട മനസ്സിലാവും. അതിൽ ആ ഒരു സീനിലടക്കം അവന്റെ ഒരു എലഗൻസ്, ഒരു സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറയണത് വേറെ ലെവലാണ്, ഒന്നും പറയല്ല. ആ നടത്തം, വാക്കിംഗ് തന്നെ പല തരത്തിലുണ്ട് ഇതില്. അത് നിങ്ങൾക്ക് അതും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഡയലോഗ് ഡെലിവറിയിൽ തന്നെ പല ഇമോഷൻസ് കൈകാര്യം ചെയ്യണത്, ബോഡി ലാംഗ്വേജ്, പിന്നെ എന്താ പറയാ ഇതിലത്തെ ക്യാരക്ടറിന് കുറെ ഇന്റൻസ് ഇമോഷൻസ് ഓവറാക്കാതെ എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് കൊള്ളുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാനുണ്ട്. ഇതിലത്തെ അഭിനയത്തിന് മൂപ്പർക്ക് ആക്ടിങ്ങിന് എന്തെങ്കിലും അവാർഡ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ 100% ഹാപ്പി ആയിരിക്കും. കാരണം ചില സീൻസ് അതിനുള്ളത് ഉണ്ട്. പിന്നെ അതില് എക്സ്പ്ലോഷൻസ്, മേക്കിംഗ് എന്ന രീതിയിൽ വരുമ്പോൾ ആക്ഷൻസ് ഒക്കെ കുറെ എനിക്ക് തോന്നുന്നത് ഗ്രാഫിക്സ് ഒക്കെ ഒരു വളരെ ലിമിറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള തോന്നുന്നുണ്ട്. അത് അതിന്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി മാത്രം. കുറെ റിയൽ എക്സ്പ്ലോഷൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. സൗണ്ട് എഫക്റ്റ് ആണെങ്കിലും കാണാനാണെങ്കിലും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അപ്പൊ രൺവീർ സിംഗിന്റെ കംപ്ലീറ്റ് ഷോ, ആദിത്യദാറിന്റെ കിഡിലിന് മേക്കിംഗ്, പിന്നെ എന്താ പറയാ BGM ലെവല്, ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ കുറെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള സ്പോയിലേഴ്സ് ഉണ്ട്. സ്പോയിലേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ കഥ മുന്നോട്ട് പോകുമ്പോൾ പല തരത്തിലുള്ള ഘട്ടങ്ങൾ ഉണ്ടാവുമല്ലോ. ഓരോ ഘട്ടങ്ങളിലും നമ്മൾ വിചാരിക്കാത്ത ടേണിംഗ് പോയിന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അത് ഇതിൽ കുറെ സ്പോയിലേഴ്സ് ഉണ്ട്. എനിക്കറിയില്ല, ഇപ്പോൾ കുറെ ആൾക്കാർ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നു. ഇവരൊക്കെ എന്തിനാണ് എടുക്കുന്നത്? പല സിറ്റുവേഷൻസ് പല സ്ഥലങ്ങളിലും ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് കാണുന്നുണ്ട്. ഇവരിത് എന്തിനെടുത്തു കഴിഞ്ഞു? ഇവർക്ക് വേണ്ടി മാത്രം കാണാനാണോ? എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇത് നിങ്ങൾ ആരും ഷെയർ ചെയ്യരുത്. ഈ പടത്തിന്റെ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ടിസ്റ്റോ കൊലപാതകം അങ്ങനെയൊന്നുമല്ലല്ലോ. ഇതിൽ കഥയിൽ വരുന്ന കാര്യങ്ങളാണ് ഇതിന്റെ ഒരു സർപ്രൈസ് ഫാക്ടർ. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് നശിപ്പിക്കരുത്. ഡോണ്ട് ബി സ്പോയിലേഴ്സ്, ഓക്കെ? അപ്പൊ രൺവീർ സിംഗിന്റെ പെർഫോമൻസ്, ആദിത്യകാരന്റെ മേക്കിംഗ്, എന്താ പറയാ റിയൽ ഇവന്റ്സിനായിട്ടുള്ള കണക്ഷൻസ്, അത് നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും. റിയൽ ആയിട്ട് നടന്ന കുറെ മിലിറ്ററി ഇവന്റ്സും കുറെ ഇന്ത്യയുടെ കുറെ ഇമ്പോർട്ടന്റ് ഇവന്റ്സും ഇവരെ ഇതില് പരാമർശിക്കുന്നുണ്ട്. അതൊക്കെ വെൽ ആയിട്ട് ഇവര് കണക്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ കഥാപശ്ചാത്തലത്തില്. ഇത് 100% റിയൽ ഇവന്റ്സ് അല്ല. സിനിമാറ്റിക് ലിബർട്ടി ഇഷ്ടംപോലെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ദുരന്തരം കണ്ടവര് എന്തായാലും കണ്ടിരിക്കേണ്ട ഭാഗം തന്നെയാണ് ഈ പടം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു പീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം അങ്ങനെ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ പോവുക, സ്പോയിലർ ചെയ്യാണ്ടിരിക്കുക, എൻജോയ് ചെയ്യുക. എയർ റേറ്റഡ് ആണ്, അത് മൈൻഡ് വെച്ചിട്ട് പോവുക. അടിപൊളി ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തിനായാലും എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.